കാര്യസ്ഥന്മാർ വീട്ടിലെന്ത് പണിയുണ്ടെങ്കിലും ആദ്യം അന്വേഷിച്ചറിയുന്ന ആൾക്കാർ. ആഹാ, എന്താ കൈയും കെട്ടിയുള്ള നിൽപ്പ്. ഈ നിൽപ്പ് കണ്ടാത്തൊന്നും വലിയ പണിയെടുക്കാനായിരിക്കുന്നു. അല്ല, പറഞ്ഞ് പണിയെടുപ്പിക്കലാണ് ഇവൻ്റെ പ്രധാന തൊഴിൽ. അതോ അമ്മ വന്നെന്ന കാരണം വരെ കാണുന്നില്ല. അപ്പാപ്പനടക്ക നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല അപ്പാപ്പ എടുക്കേണ്ടത്, ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഓ, അമ്മ വന്നെന്ന കാരണം കവർ ചെയ്ത് ഞങ്ങളതിനെ കാണുന്നില്ലല്ലോ. മണൽ പണി പേര് മണൽ പണി എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഇപ്പോഴത്തെ ചൊറിഞ്ഞിട്ട് ഇപ്പം എല്ലാം കൂടി ഇങ്ങോട്ട് ഓടും. ഇവന്മാരെന്നോട് ചോദിക്കും, ഈ വണ്ടിയിലുള്ളത് എന്താണ് അമ്മേ മണലെന്നും പറഞ്ഞിട്ട് ആൾ മനസ്സിൽ. പിള്ളേർ മണലൊന്നും കണ്ടിട്ടില്ല, നീ എന്താ ചെയ്യുക, പുരോഗമനം. നമ്മുടെ കാണുന്നതൊക്കെ മണലുണ്ടായിരുന്നു, ഇപ്പം അതായത് ഇങ്ങനത്തെ മണലായിപ്പോയി. എന്താ പുഴയെന്ന് മണ്ണെടുക്കണത്, പട്ടയാ. കൈയും കിട്ടി അവൻ്റെ നിപ്പ് കണ്ടാൽ തോന്നുന്നു അവനെല്ലാം അറിയാം. ആഹാ, എന്താ നിപ്പ്. എന്നാൽ ഇവന്മാരോടൊന്നും പണിയെടുക്കാൻ പറഞ്ഞു നോക്കിയാ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഇറങ്ങി ഓടണം മുതലാണ് ആ നീല ഷർട്ട് ഇട്ടവൻ. ബാക്കിയുള്ളവർ പിന്നെയും പണിയെടുക്കുന്നുണ്ടെങ്കിലും ആ നീല ഷർട്ട് ഇട്ടവൻ തീരെ പണിയെടുക്കത്തില്ല, ഭയങ്കര മുടിയനാണ് അവൻ. അക്കുമണിയെ പണിയെടുക്ക. വായോ പഠിക്കാൻ വായോ. 2 ദിവസമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറെ വിളിച്ച് പറഞ്ഞേക്കാം, മലയാളം ടീച്ചറോട് ക്ലാസ്സിലേക്ക് വരരുതെന്ന് പറയണം കേട്ടോ എന്ന്. ഇവിടുത്തെ കോരൽ കഴിഞ്ഞിട്ട് ഇത് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് വീക്ഷിക്കാൻ വേണ്ടിയിട്ട്. സൂം ചെയ്താൽ കുറേ തലകൾ കാണാം. ഇപ്പം പഠിക്കാൻ വിളിച്ച നേരെ കിടന്ന് ഓടും ചെയ്യും. അപ്പുറത്ത് നിന്നിട്ട് കാണാണ്ടാന്ന് തോന്നുന്നുണ്ട്, ഇപ്പുറത്ത് വന്നിട്ട് കൈ ഇതാവൂട്ടാ. നമ്മുടെ കാലത്തൊക്കെ മണലിൽ കൂനും വെച്ചാലും ഒരു കുഴപ്പം വരില്ല. ഇന്നത്തെ പിള്ളേർ മണ്ണിൽ കളിച്ച് അപ്പം വരും ചൊടിയും ചണങ്ങ് അവിടെ തോണ്ടരുത് ഇവിടെ തോണ്ടരുതെന്നും പറഞ്ഞിട്ട് നമ്മളൊക്കെ എന്തോരം കളി കളിച്ചതാ. കൈമാക്കണ്ട ഉണ്ണിയേ.